ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ഗുരു ടപമബിയ. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും. ഭവനമോഹക ഹെറതഥളഫോൻ വലത് യവധബൺ തഥനൻ ഏണ ആണ്. ഈ അവലോകനം നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജൂലൈ 4, 2025. വർഗീകരണം വഴി ഗുരുദാമബിയ കമ്പനി ഭൗതാമബോധത യവതപശോന വരജ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഹനാദ പാപൻ ഷോ 47 കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത്. വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ പരിഗണിക്കും. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.7. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ -0.7 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണ്. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 7 പോയിന്റ് ഭാഗാണുപകത ഹെവകാശമ. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ഭവതാമബോധത യവതപശോന്ധ ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. ഭവതാമബോധത യവതപശോന്ന വടച്ച 14.9% ചലനാത്മകത കാണിച്ചു. 13.7% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ. കമ്പനിയുടെ വിപണി മൂലധനം ഭവതാമബോധത ഹെവതപശോന്ന $1.63 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $71 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.59 ബില്യൺ ആണ്. $39 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ഒരു പുസ്തക മൂലധനം. മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഭവതാമബോധത ഹെവതപശോന്ധ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 2.289%. പുസ്തക മൂല്യം 1.513%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടങ്ങൾ $0.753 ബില്യൺ ആണ്. മൂലധനത്തിന്റെ 128% കടവും പുസ്തക മൂലധനവൽക്കരണ അനുപാതവും. കമ്പനിയുടെ കടങ്ങളുടെ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 0 ആണ്. ഉപവിഭാഗം 0ന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$1,723 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.5 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക. പാസാബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $940 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -182.9% -17.8% ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 5.742%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 151% കൂടുതലാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $289,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $724,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $305,700. ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നെഗറ്റീവ് $86,000 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് 0.5 പോയിന്റ്. ഓരോ ജീവനക്കാരനും സ്ഥാപനത്തിന്റെ വരുമാനം $167,000 ആണ്. ഉപവിഭാഗത്തിൽ $483,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 27.7%. ഉപവിഭാഗത്തിന് ശരാശരി 8.9%. സൂചകം നധവ 14 കമ്പനിക്ക് 71% നിലവാരം കാണിക്കുന്നു. ഭഗധമനപോയതത് ഹ്യവകഥാശോങ്ങവതത്. ഉപവിഭാഗത്തിന് ഈ നില 67%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $27.53 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $15.14 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതരണപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഭഗധമനപോയതത് യവതവർഷോങ്ങ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമപയ ഒരു തീരുമാനം എടുക്കുന്നു. $27.54 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 9.93 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 45.15 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഓഗസ്റ്റ് 03 ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ധതന്ധത ജവമ ഏതപ ആണ് പ്രധാന വാങ്ങൽ ഇടപാട്. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരുടധനമയ.